ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ വീണ്ടും കാണാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് എഫക്റ്റ് ഓഫ് മീഡിയ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം മീഡിയാസിൻ്റെ പല സംഭവങ്ങളും, അതായത് നെഗറ്റീവ് ഇഫക്ട്സും, മീഡിയാസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നതും, മീഡിയ പണ്ട് ഹിസ്റ്ററി, നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ മീഡിയാസ് എന്താണ്, പ്രിൻറ്റിങ് മെഷീൻസ് വന്നതും, നമ്മൾ പാപ്പിറസ് സ്റ്റഡി ഉപയോഗിച്ചതും, പാപ്പിറസ് സ്റ്റഡിയിൽ നമ്മൾ എന്താക്കി അച്ചടി വിദ്യ, പ്രിൻറ്റിങ്ങിലെ ഫസ്റ്റ് വന്നത് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മീഡിയയിൽ നമ്മൾ ചർച്ച ചെയ്ത് മിസ്സിന് പഴയ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ജസ്റ്റ് കാണാൻ ശ്രമിക്കാം. ഇതിൽ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഇഫക്ട്സ് ഓഫ് മീഡിയ. മീഡിയ ഹാസ് creating the value of oriented environment. നമ്മൾ മീഡിയാസിലാണ് എത്തിയിരിക്കുന്നത്. The importance of media, mass media and children and advertisement. Positive effects of media. The media has tremendous potential and including and encouraging the social change. Mass media plays a crucial role of forming and reflecting public opinion, values, information. The latest happening of reaches people in matter, even the remotest corner of country, and make sure that every information meets media. One of the most relatable source of opinion, and it bridges the gap between the leaders and mass media channel communication between two sides. Okay, two sides നമ്മൾ മീഡിയ, അതായത് മീഡിയയെ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കാം, പോസിറ്റീവ് ഇഫക്റ്റ് നോക്കാനെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും എന്തുണ്ടാവും, ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. ഇതിൽ പോസിറ്റീവ് there is an evidence from audience. നമ്മൾ പറയുന്നത് പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. There is evidence from audience research to show media reinforce attachment and society its values and assist to find security and reassurance. Major social often draw huge audience help to provide, and still important of social rituals and events of reinforce of holy national holidays, but individual to each other to the society. Media coverage the 19th Commonwealth Games hosted by India. അന്ന് മുതൽ 19th Commonwealth ആ ഗെയിം മുതൽ നമ്മുടെ ഇന്ത്യയിൽ മീഡിയ പോയി കവർ ചെയ്തിട്ടുണ്ട്. The media coverages for elaboration following the 2020 World Cup in South Africa in 2018. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോയ മീഡിയ എത്രത്തോളം കവർ ചെയ്യാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് 2008 കാലഘട്ടത്തിൽ നടന്ന, സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് കവർ ചെയ്യാൻ ഇന്ത്യയിൽ നിന്നുള്ള മീഡിയാസ് പോയിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഓർ അഭിനവ് ബിന്ദ്ര വിന്നിംഗ് ദ ഒളിമ്പിക് ഷൂട്ടിംഗ് ഗോൾഡ് ആൻഡ് സൈന നെഹ്വാൾ at the Commonwealth Games. The Sushil Kumar wrestling the Asian Games and have in also many ways conveyed sense of national pride apart from inspiring the many young children to take the sporting activities. So the coverage of crisis also brings to the fore of pro-social activities the media. Okay, and the crisis emerges suddenly and affect large numbers of people. Okay, and then the coverage crisis also bring the media. അതായത് നമ്മൾ എന്ത് മീഡിയ കവർ ചെയ്ത് വാർത്ത കവർ ചെയ്ത് നമുക്ക് എത്തിച്ചു തരണമെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അല്ലെ, പോസിറ്റീവ് എഫക്റ്റ് ആണെങ്കിലും കൂടി അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഓരോ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ യുദ്ധവിമാനങ്ങൾ, പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് യുദ്ധവിമാനങ്ങൾ വന്നതും ആ യുദ്ധവിമാനം കണ്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയതും, നമ്മുടെ ഗവൺമെൻറ് അതിനെ ഒപ്പോസ് ചെയ്തതും പ്രതിരോധിച്ചതും, അല്ലേ, അത് ഓവർകം ചെയ്തതും, അതിനിടയിൽ ഇവിടെ വന്നൊരു എന്തോ പൊട്ടിയിട്ട് ഒരു കുടുംബം തകർന്നു പോയത്, പട്ടാളക്കാരൻ മരിച്ചതും ആ കുടുംബത്തിന് നമ്മൾ നൽകിയ അന്ത്യാഞ്ജലി ബാഷ്പാഞ്ജലിയൊക്കെ നമ്മൾ കണ്ട നാട്. ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതെങ്ങനെ ഓരോ മീഡിയാസും കവർ ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ ഇതൊക്കെ പല വലിയ വലിയ കാര്യങ്ങൾ, വേൾഡ് കപ്പും സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ ഇത് എവിടെ പോയിട്ട് നമ്മളിപ്പോൾ മീഡിയ കവർ ചെയ്ത് വരുന്നത് ടീം വർക്ക് ചെയ്യും, നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നെക്സ്റ്റ് ക്രൈസിസ്, പല ക്രൈസിസും ഉണ്ടാവും ഇതിൽ, അല്ലേ, അതായത് അന്ന് നമ്മുടെ ചൂരന്മലയിലുള്ള
ഫ്ലഡ് ഫ്ലഡല്ല, ഉരുൾപൊട്ടൽ. ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ കല്ലും മണ്ണും മഴയപ്പോൾ ഒരു എന്താ പറയുക, ആ മഴയത്തും അതായത് ഈ മീഡിയാസിലുള്ള എല്ലാ വർക്ക് ചെയ്യുന്ന ജോലിക്കാരും മുന്നോട്ട് പോകാൻ ഈ ഒരു ക്രൈസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ ഒരു മലയും പൊട്ടി ചിലപ്പോൾ ഏത് സമയത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുള്ളവർക്ക് മീഡിയാസിൻ്റെ ആൾക്കാർ അതിൽ റെയറായിട്ട് ചിലർ മാത്രമേ കയറി ചെല്ലൂ. കാരണം ധൈര്യം വേണം, സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള തൻ്റെയിടം വേണം. ക്ലൈമറ്റ് കണ്ടീഷനിൽ വരും, മഴ കൊണ്ടേലും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, മഴ പെയ്ത് കൊടയിൽ വിറച്ച് നാട്ടാണ് ആരും മീഡിയ, ഏത് മീഡിയ മിസ്സിനറിയില്ല, ഏതോ ചാനൽ ടി വി അവർ കവർ ചെയ്യുന്നത്. കാരണം അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ചളി മണ്ണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മൾക്ക് അപ്പോൾ വാർത്ത എത്തിക്കുന്ന അവർ അനുഭവിക്കുന്ന ക്രൈസിസും അവരനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം അതെല്ലാം മീഡിയയിൽ പോസിറ്റീവായി എടുക്കുന്നതുകൊണ്ടാണ് ആ വാർത്തകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ട്സ് ഓഫ് ബ്രേവറി റിപ്പോർട്ടഡ് ദ മീഡിയ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ മീഡിയയിലേക്ക് പോകാൻ ഇഷ്ടമുള്ള കുട്ടിക്ക് എന്താണ് കുറച്ച് സാഹസികത ഉള്ള കുട്ടികളെ അതിലേക്ക് പോകും അല്ലേ. നമുക്കറിയാം ദ മീഡിയ ആക്ട്സ് ഡിറ്റർമിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രാക്ടീസ് ഓഫ് കീപ്സ് health management and media has significantly promoted social causes like literacy and health management, anti-dowry practices, discouraging and female and entertainment media are very often within a society, especially in developing countries where radio and television, especially എല്ലാ കൺട്രീസിലും റേഡിയോ ടെലിവിഷൻ എല്ലാം മാസ് മീഡിയയിൽ തന്നെയാണുള്ളത്. And the development and communication media have long been effective for being സോഷ്യൽ ചേഞ്ചസ്, ടീച്ചിങ് ഗുഡ് തിങ്സ്. അതായത് നമുക്കറിയാം ലോകത്തിൽ പല ചേഞ്ചസ് നടന്നത് മീഡിയാസിൻ്റെ ആ ഒരു സ്പ്രെഡോട് കൂടിയാണ്. കാരണം നമുക്കറിയാം ഏറ്റവും ഇതിനൊരു എക്സാമ്പിൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കഴുകൻ ഒരു കുട്ടിയെ ഒരു ശവന്തിന് കഴുകൻ, അതായത് മനുഷ്യ മാംസം ഭക്ഷണമാക്കുന്ന ഒരു കഴുകൻ ഒരു കുട്ടി അത്രയും ഭക്ഷണം കഴിക്കാറില്ലാതെ ആ കുട്ടി ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ അതിനെ കല്ല് റാഞ്ചുന്ന ഒരു കാഴ്ച മീഡിയയിലൂടെയാണ് ആ ഒരു ഫോട്ടോഗ്രാഫർ നമുക്ക് എത്തിച്ചു തന്നത്. ആ ഫോട്ടോഗ്രാഫർ പിന്നെ താങ്ങാൻ പറ്റാതെ മരിച്ചു, അങ്ങനെ എന്തോ ആണ് കേട്ടത്. ബിസിനസ് വ്യക്തത അറിയില്ല, മരിച്ചു എന്ന് തന്നെയാണ് ഓർക്കുന്നത്. കാരണം ആ ഫോട്ടോഗ്രാഫർ ഇപ്പോൾ ജീവിച്ചിട്ടില്ല തോന്നുന്നു. കാരണം ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ പലർക്കും പല പോസിറ്റീവ് ഇവിടെ പറയുന്ന കറക്റ്റ് എന്താണ് നമുക്കത് ഇവിടെ കറക്റ്റ് എക്സാമ്പിളാക്കി തന്നെ എടുക്കാം. കാരണം ആ ഫോട്ടോഗ്രാഫർ അത് അതിൻ്റെ ചാനലിലൂടെ മീഡിയയിലൂടെ ജനങ്ങൾ ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, അതൊരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറാണ്, ഇന്ത്യയിലുള്ള ഫോട്ടോഗ്രാഫർ അല്ല, ഒരു മാസ് മീഡിയ, അതായത് ഏതോ ഒരു ഇംഗ്ലീഷ് ഫോട്ടോഗ്രാഫറാണോ ഞാനില്ല, അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ്, ഏതോ ഫോട്ടോഗ്രാഫറാണ് ആ ഒരു ചിത്രം, അതായത് വിശന്ന് വരുന്നൊരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെ കുത്തി തിന്നാൻ ജീവനോടെ കുത്തി തിന്നുന്ന കഴുകൻ്റെ പടം. അപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടിയെ രക്ഷിച്ചില്ല എന്നതാണ് സമൂഹം അയാളോട് ചോദിച്ചൊരു ചോദ്യം. അതായത് ഫോട്ടോഗ്രാഫി അയാളെന്തോ വൈറലാവുന്നതാണോ അല്ലെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതാണോ പ്രധാന ധർമ്മം എന്ന് നമ്മുടെ സൊസൈറ്റിയിലുള്ള പല രാജ്യക്കാരും അത് ഫേസ്ബുക്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് എന്തായി മാറി, പൂരമുകളായി അല്ലെങ്കിൽ ചോദ്യചിഹ്നമായി മാറിയപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം ചെയ്തു, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തോ ഒന്ന് അദ്ദേഹം മരിച്ചു എന്നാണ് കേട്ടതെന്നാണ്, വ്യക്തത അറിയില്ല. അപ്പോൾ മാസ് മീഡിയയിൽ അങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നെഗറ്റീവ് എഫക്ട്സ് ടു മീഡിയ എന്താണ് നെഗറ്റീവ് എഫക്ട്സ്? മീഡിയ വയലൻസ് ആസ് ബീൻ എ സബ്ജക്റ്റ് ഇൻസിഡൻസ് ഓഫ് emphasizing the fact that media violence can have harmful effects, especially the children, leading the increase of fear, violent behavior, aggression and destination. A more pervasive expectation of television are so sensitive viewers to victimization and sufferings. They lose the protect. Surveys tell us that the more television people watch, the more likely, okay, a hallmark of civilization. അതൊരു എന്താ പറയുക, തലമുറകളായ മാറ്റം കൈമാറി ഓരോരോ സംസ്കാരത്തെയും സിവിലൈസേഷൻ ഓരോ സംസ്കാരം അതേ ബാധിച്ച് മീഡിയ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അഡ്വർടൈസ്മെന്റ് ഷോൺ ടി വി ഓഫ് ന്യൂസ് പേപ്പർ ഹാവ് ഗോട്ട് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ചിൽഡ്രൻ. അഡ്വർടൈസ്മെന്റ്
അഡ്വർടൈസ്മെൻറ്റ്, അതായത് പരസ്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും ടി വിയിലൂടെയും ടി വി ആൻഡ് ന്യൂസ് പേപ്പറിലും ടി വിയിലൂടെ അഡ്വർടൈസ്മെൻറ്റ് കുട്ടികളിൽ അത് നെഗറ്റീവ് പോസിറ്റീവായി. ഇത് പിന്നെ പറയാനുള്ള ഇഷ്ടംപോലെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ സൂയിസൈഡൊക്കെ ചെയ്യുന്നതൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് അനുകരിച്ചിട്ട് കുട്ടികൾ ജനാലയിൽ തുണി കെട്ടി കയറ്റി കുറിക്ക് തമാശക്ക് ചെയ്ത എന്തോ സീരിയലിലോ സിനിമയിലോ എന്തോ കണ്ടിട്ട് എന്ത് ചെയ്തു തമാശക്ക് ചെയ്തത് ആ കുട്ടിയുടെ ജീവൻ തന്നെ വെടിയേണ്ടി വന്ന ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. കൂടാതെ സീരിയൽ കാണുന്ന മരുമകൾ അമ്മ തമ്മിലുള്ള ബന്ധം, അങ്ങനെ അവരുടെ ഓർണമെന്റ്സ്, സാരി, അങ്ങനെ എല്ലാം കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതെല്ലാം ഇമിറ്റേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു അവർ കോമഡി അവതരിപ്പിക്കുന്നു അല്ലേ. അതായത് ഇതൊക്കെ മീഡിയ നമ്മുടെ ഫാമിലിയിലേക്ക് എങ്ങനെ വരുന്നു, ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ കഥകളും സീരിയൽസും സിനിമയിൽ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ സിനിമ ഒരു മീഡിയയിൽ ഉള്ള സംഭവമാണ് സിനിമയിൽ തന്നെ പല തിരക്കഥയൊക്കെ വരുന്നതൊക്കെ സൊസൈറ്റി റിലേറ്റഡ് ആണ്. ആ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കം കറക്റ്റ് ആ പേരിൽ തന്നെ ഫ്ലഡ് അല്ലേ ആയിട്ട് വന്നു. ആ വെള്ളപ്പൊക്കത്തിൽ അഭിനയിച്ച നടന് അതിൽ മരിച്ചു പോകുന്നതും കുറേ ആളുകളെ രക്ഷിക്കുന്നതും കറക്റ്റ് എങ്ങനെയാണ് നമ്മളന്ന് ആ വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ടായ ആ സമയത്തുള്ള എല്ലാ ഷോട്ടും വീഡിയോസും കഥാപാത്രങ്ങളും കഥയും ഒക്കെ അതിനോട് കറക്റ്റ് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. പിന്നെ എന്താ നമുക്കറിയാം സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഫാമിലി ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ടിവിയിലല്ല ടെലിവിഷൻ, അതായത് സിനിമയിൽ തിരക്കഥകളാക്കി സിനിമയായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജനങ്ങൾ ഓരോ കഥയും ഓരോരുത്തരുടെ ബന്ധങ്ങൾ, ഫ്രണ്ട്സും തമ്മിലുള്ള ബന്ധങ്ങൾ, സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള ബന്ധം, വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം, ഇപ്പം മമ്മൂട്ടിയൊക്കെ കറക്റ്റ് എന്താ കുടുംബനാഥനായിട്ട് അഭിനയിക്കുന്നത്, മോഹൻലാൽ കുടുംബനാഥനായിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളായിട്ട്, അങ്ങനെ പലതും സൊസൈറ്റിയിലുള്ള പല സംഭവങ്ങളും തിരക്കഥയാക്കി സിനിമയിലൂടെ മാസ് മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഓരോന്നിനും വാല്യൂസ് കാണിച്ചു തരുന്നതും നമ്മുടെ മാസ് മീഡിയയുടെ പോസിറ്റീവ് എഫക്റ്റാണ്. നമുക്കറിയാം ഇതിൽ നെഗറ്റീവ് കാര്യങ്ങൾ കുട്ടികൾ, അതായത് ചില മാസ് മീഡിയയിൽ വരുന്ന ചില കാര്യങ്ങൾ കുട്ടികളിൽ നെഗറ്റീവായിട്ട് വരുന്നു. അതായത് ഇനിയിപ്പോൾ ലഹരി ഈ ഒരു കാലഘട്ടത്തിൽ ഡ്രഗ്സാണ് നമ്മൾ സ്പ്രെഡായത്, അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളും കൊലപാതകത്തിലേക്കും സൂയിസൈഡിലേക്കും ഒക്കെ നമ്മൾ ദിനംപ്രതി കണ്ടുവരുന്ന ഓരോ എക്സാമ്പിൾസാണ്. പത്രം എടുത്തെടുത്ത് നോക്കിയാൽ നമ്മുടെ വാട്സപ്പ് മെസ്സേജിലൊക്കെ കാണാം. ഇതെല്ലാം മാസ് മീഡിയയ്ക്കുമ്പോൾ നെഗറ്റീവായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന മനസ്സിലാക്കാം. വളർന്നു വന്ന തലമുറയിലേക്ക് അതായത് പോസിറ്റീവായിട്ട് തന്നെ മാസ് മീഡിയ സ്പ്രെഡായി മാറണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മൾ അധ്യാപകരായാലും നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല രീതിയിലേക്ക് വരുമ്പോൾ മീഡിയ പോസിറ്റീവായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യണം. കാരണം വാല്യൂസ് ഓഫ് സൊസൈറ്റി നമ്മൾ ഓരോ പാർട്ടുള്ള മാസ് മീഡിയ ആൻഡ് ചിൽഡ്രൻ, അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം മാസ് മീഡിയ ആൻഡ് ചിൽഡ്രൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സൊസൈറ്റിയിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാസ് മീഡിയ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലൂടെ വരുന്ന ചിത്രങ്ങളും നമ്മുടെ പാട്ടുകളും മ്യൂസിക്കലാണെങ്കിലും നമുക്ക് ആസ്വദിക്കാനും എല്ലാ മേഖലകളും, ഒരു ഫുട്ബോൾ ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാസ് മീഡിയയിൽ ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ ആഫ്രിക്കയിൽ നടന്ന ആ ഒരു ടൂർണമെൻറ്റും ലോകകപ്പ് ഫുട്ബോൾ 2008 നടന്ന ആ ഒരു പ്ലേ ഒക്കെ നമുക്ക് ഫോണിലൂടെ കാണാൻ പറ്റും. ഇന്ത്യയിൽ നിന്നാണ് ആ ടീം പോയത് നമ്മൾ ടെക്സ്റ്റിൽ കറക്റ്റായി പറഞ്ഞു. അപ്പോൾ നിങ്ങളതെല്ലാം എക്സാമ്പിളാക്കി എഴുതണം. നെക്സ്റ്റ് പിന്നെ മാസ് മീഡിയയിൽ നമ്മുടെ ചിൽഡ്രൻസിനെ ബാധിച്ചില്ല. കുട്ടികളാണെങ്കിലും ഗ്രോണപ്പ് ആകുമ്പോൾ അവർ വലിയ മുതിർന്ന ആളുകളാകുമ്പോൾ അവരെ ബാധിക്കുന്ന കാര്യങ്ങളും നെഗറ്റീവായിട്ട് അവർ ബാധിക്കുന്നതും പോസിറ്റീവായിട്ട് ബാധിക്കുന്നതും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് മിസ്സിന് പറയാനുള്ളത് എന്തൊക്കെ മാസ് മീഡിയ എന്തൊക്കെ നമ്മൾ സ്പ്രെഡായി മാറിയെങ്കിലും അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ്ങായി നമ്മുടെ ലൈഫിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ്സിന് നിങ്ങളുടെ വ്യക്തിപരമായിട്ടും എല്ലാം കൊണ്ട് പറയാനുള്ളത്, ഉപയോഗിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫാമിലിൻ്റെ വാല്യൂസ് ഓഫ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ കൂടുതൽ പഠിച്ചതാണ്. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട്